ഹലോ, നമുക്കിന്ന് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് വരാം. ചീതാറ ചല്ലിമുക്ക് എന്നുള്ള സ്ഥലത്താണ് മാമൻ്റെ വീട് വരുന്നത്. ഇന്ന് നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടുകിട്ടാണ് പോകുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡ്രൈവാണ് ആക്ച്വലി ഈ യാത്ര എനിക്ക്. കാരണം അച്ഛനും അമ്മയും ബ്രദറും പപ്പയും നാട്ടിലുണ്ട്. അവരെല്ലാവരെയും കൂടിയാണ് പോകുന്നത്. കുറേ നാളായി അച്ഛനും പപ്പയും ഒരുമിച്ചിട്ട് നമ്മൾ യാത്ര പോയിട്ട്. ഓൾമോസ്റ്റ് ബ്രദർ പോയിട്ട് ഒരു 1.5 വർഷമായി. കഴിഞ്ഞ വർഷം പപ്പ നാട്ടിൽ വന്ന സമയത്ത് ബ്രദർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ടാണ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം കൂടി പോകുന്നത്. ചേട്ടത്തിയും പിള്ളേരും ഒന്നും വരുന്നില്ല. മഴയുടെ സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകാൻ തീരുമാനിച്ച് പോവുകയാണ്. ഇത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ ആക്ച്വലി കണ്ടത്. ഇതാണ് നമ്മുടെ പേടകം. എൻ്റെ വീട്ടിലോട്ട് വണ്ടി പോകില്ല. റോഡ് സൈഡിലാണ് വീട് വരുന്നത്. പക്ഷേ വയലിൻ്റെ കരയിലാണ്. ചില മാന്യന്മാരായ ബന്ധുമിത്രാദികൾ കാരണം വണ്ടി വരല. ഈ സൈഡിലിരിക്കുന്ന 2 വീലർ 2 ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. വണ്ടി കയറാത്ത റോഡിൻ്റെ സൈഡിലാണ് ഞങ്ങൾ ആക്ച്വലി 2 വീലർ വയ്ക്കാറ്. ഇതാണ് ഞങ്ങളുടെ കാറ്. ഇത് ആക്ച്വലി മാമൻ്റെ വീട്ടിലാണ് വണ്ടി ഇടുന്നത്. ഇവൻ ആക്ച്വലി എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പേടിച്ചിട്ട് പോയി. ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയ സമയത്തെ അമ്മ പറയുന്നുണ്ട് കുടയെടുത്തു, മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഫുള്ള് വയലാണ്. വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് വയലാണ്. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ മാമൻ്റെ വീട്ടിലോട്ട്. എന്താണെന്നറിയില്ല, മാമൻ്റെ വീട് എത്താറാവുന്നത് വരെയും വെയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഏകദേശം വീടിൻ്റെ ഗേറ്റ് എത്താറായപ്പോഴത്തേക്കും പെരുമഴ തുടങ്ങി. പെരുമഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ. ഭാഗ്യത്തിൽ മാമൻ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാമൻ കുടയും കൊണ്ടൊന്നും ഞങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറക്കിയത്. ആ ഒരവസ്ഥയിൽ പോയി. വീട്ടിലിരിക്കുന്ന ഫുൾ സമയവും മഴ തന്നെയായിരുന്നു. തിരിച്ച് വണ്ടിയിൽ കയറി ഇപ്പോഴും മഴ വീണ്ടും പെയ്തു. ഭാഗ്യത്തിന് വീടിൻ്റെ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ പെയ്തില്ല. എങ്കിൽ ഫുള്ള് നനഞ്ഞുകൊണ്ട് കയറി പോവേണ്ടി വന്നേനെ. ആ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നല്ല മീനൊക്കെ കിട്ടി. അതൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ചു പോകും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.